ഓണത്തിനൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം നല്ല ചൂട്. കരിമ്പൻ ജ്യൂസ് കണ്ടപ്പോൾ വണ്ടി വേഗം നിർത്തി. അപ്പം ഞാനും സബിതയും കൂടിയിട്ട് ഓരോ കരിമ്പൻ ജ്യൂസ് ഓർഡർ ചെയ്തു. പക്ഷേ ഈ ഗ്ലാസ് എന്ന് വെച്ചാൽ വളരെ ചെറുതാണ്, കണ്ടില്ലേ. സാധാരണ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ ഗ്ലാസ്സാണ് തരാറ്. ഈ ബംഗാളി നമ്മുടെ മലയാളികളൊക്കെ ചായ കൊടുക്കേണ്ട കണ്ടിട്ട് പഠിച്ചു പോയി. ചായക്കടയിൽ പോയിട്ട് ഒരു 100 മില്ലി ഉണ്ടാവുള്ളൂ ചായ. അതുപോലെ തന്നെയായിരിക്കും എൻ്റെ ഗ്ലാസ്സും. അപ്പോൾ 30 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇതാണ് കരിമ്പ്, ഉണ്ടോ, വെള്ളക്കരിമ്പ്. ഈ ജ്യൂസ് അടിക്കാനായിട്ട് വെള്ളക്കരിമ്പാണ് ഉപയോഗിക്കുന്നത്. കറുത്ത കരിമ്പ് മറ്റേ ആഘോഷത്തിനും പെരുന്നാൾക്കും അല്ലെങ്കിൽ ഉത്സവപ്പറമ്പിലും കാണുന്ന കരിമ്പല്ല ഈ ജ്യൂസ് അടിക്കുന്നുണ്ടോ. ഈ മെഷീനിൽ വെച്ചാണ് ഇത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബംഗാളി പറയുന്നത് കറുത്ത കരിമ്പാണെങ്കിൽ ജ്യൂസ് ഇത്തിരി കളറുണ്ടാവില്ല, അപ്പം നിങ്ങളൊന്നും കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ തിന്നാനായിട്ടൊക്കെ ഇതിനേക്കാളും മധുരം കൂടുതലാണ് ഈ പൂരപ്പറമ്പിൽ വെക്കുന്ന കരിമ്പല്ലേ അതിന്. പക്ഷെ ജ്യൂസ് അടിച്ചാണെങ്കിൽ കാണാൻ ഭംഗിയില്ലാത്തതാണ് ആൾക്കാർ വാങ്ങിച്ച് കുടിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത് വിൽക്കണമെന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പോൾ നല്ല ഇഞ്ചി കഷ്ണവും ചെറുനാരങ്ങ കഷ്ണമൊക്കെ വെച്ചിട്ടാണ് ഇവൻ അടിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ വെള്ളം ദാഹം ഉണ്ടായിട്ടൊന്നല്ല ഞങ്ങൾ കുടിക്കുന്നത്. ഇങ്ങനെയൊക്കെ വഴി കൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ളവർ കണ്ടോ ഈ വെയിലത്തിരുന്ന് ആരെങ്കിലും വണ്ടി നിർത്തണേന്നും പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ട് നിർത്തും. അപ്പം നമ്മളെപ്പോലെയുള്ളവർ വരുമ്പോഴാണ് ഒരു സന്തോഷമുള്ളൂ. വലിയ ഹോട്ടലുകളിൽ കയറുന്ന AC ഒക്കെ ഇട്ട് സുഖമായിട്ടിരിക്കാം. പക്ഷേ അതൊക്കെ കുത്തക മുതലാളിമാരുടെ സ്ഥാപനങ്ങളാണ്. അവിടെ എന്ത് ജ്യൂസാണ് തന്നെ എന്നുള്ള ദൈവത്തിന് അറിയുള്ളൂ കേട്ടോ. ഇതൊക്കെ നമുക്ക് ലൈവായിട്ട് കണ്ട് ആസ്വദിച്ച് കുടിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒന്നുകൂടി ഗ്ലാസ് നിന്നുണ്ടെങ്കിൽ ഇവർ രണ്ടാമത് കഴിയും. മറ്റേത് ഗ്ലാസ്സൊക്കെ അവിടെ ചൂടാക്കി കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതുപോലെ കരിമ്പ് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വണ്ടി തൊട്ടും കുടിക്കും. അപ്പം ഞങ്ങളൊക്കെ കൂടുതലും തട്ടുകടകളും ഈ വഴി മധ്യ വഴിയോര കച്ചവടക്കാരെയാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്.